ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രാജു, നീ പോകരുത്. എനിക്കാ തെറ്റുപറ്റിയത്. അതെ, എഗ്രിമെന്റിന്റെ കാലാവധിയൊക്കെ കഴിഞ്ഞിട്ട് പോയാ മതി. വണ്ടി പറഞ്ഞിട്ടുണ്ടോ അച്ഛാ? പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സർക്കസുകാരെ പോലെ കെട്ടും പാണ്ഡവും മുറുക്കി അടുത്ത കളിസ്ഥലത്തേക്ക്. ഇവിടത്തെ സർക്കസ് കഴിഞ്ഞ്. അച്ഛാ, നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? തൽക്കാലത്തേക്ക് ഒരു വീട് ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്റെ ഒരു സുഹൃത്തിന്റെ. അവനും ഭാര്യയും വിദേശത്ത്. ഒരു 2 മാസത്തിനകം വരും. അപ്പം മാറിക്കൊടുത്താൽ മതി. അളിയന്റെ ബാഗ് എന്തി? അവന്മാര് കൊണ്ടാളാ. രുക്മിണി ചേച്ചി ഇറങ്ങിയിരിക്കുന്നതാ. ഇറങ്ങാൻ 1 മിനിറ്റ് താമസിച്ച അവന്മാര് കയറി നമ്മളെ മേയും. ലക്ഷണം കണ്ടിട്ട് ഇവരും രുക്മിണിയും തമ്മിൽ തർക്കമൊന്നും ഉണ്ടാവില്ല. ഇനി അങ്ങനെ ആണെങ്കിൽ ആ സമയത്ത് ചാടി വീണ് ആ അച്ഛന്റെ മകന്റെ കയ്യും കാലും തല്ലി ഓടിക്കണം. അത് ഞാനേറ്റ്. ഇല്ലെങ്കിൽ അംബിക മാഡം കാശ് തരില്ല. അയ്യോ, അവളിതാ ഓടിപ്പാഞ്ഞു വരുന്നുണ്ട്. നമുക്ക് വേഗം ഇറങ്ങിയേക്കാം. അയ്യോ, എല്ലാരും അങ്ങ് പോവാൻ തുടങ്ങിയോ? ആ വണ്ടി ഒന്ന് ഇങ്ങോട്ട് വന്നാ മതി രുക്മിണി. അയ്യോ, ചതിക്കല്ലേ. അതെ, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോന്ന് കരുതി ദയവേത് നിങ്ങൾ പോവരുത്. രുക്മിണി, വാടക അഡ്വാൻസ് ആയതുകൊണ്ട് ഈ മാസത്തെ വാടക കൂടി ഞങ്ങൾ തന്നു കഴിഞ്ഞു. ഇനി ആ കറണ്ട് ചാർജിന്റെ തുക കൂടി കുറച്ച് പിടിച്ചിട്ട് അഡ്വാൻസ് തുക ബാക്കി തന്ന വലിയ ഉപകാരമായിരുന്നു. അങ്ങനെയൊന്നും പറയല്ലേ വേണോട്ടാ. വേണോട്ടിന്റെ കാല് വേണമെങ്കിലും പിടിക്കാം. ദേവി ഏത് പോവരുത്. രാജു, നീ പോകരുത്. എനിക്കാ തെറ്റുപറ്റിയത്. അതെ, എഗ്രിമെന്റിന്റെ കാലാവധിയൊക്കെ കഴിഞ്ഞിട്ട് പോയാ മതി. ഇതെന്ത് മറിമായം? നിങ്ങൾ ഈ സാധനങ്ങൾ എടുത്ത് അകത്തു വെച്ചേ. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കോ? ഹൃതിക മോൾ ഇതിന്റെ പിന്നില് എന്തോ കാര്യം നടപ്പാക്കിയിട്ടുണ്ട്. നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോട്ടെ. നിങ്ങൾ എഗ്രിമെന്റ് കാലാവധിയൊക്കെ കഴിഞ്ഞ് പതുക്കെ പോയാ മതി. എന്നാ ഞാൻ പൊയ്ക്കോട്ടെ.
അവരും തമ്മിൽ കോംപ്രമൈസ് ആയി. ഇനി അടിക്കാൻ റീസൺ ഇല്ല. നീ വാ, നമുക്ക് പോ. വണ്ടി എടുക്ക. ഈ കൊച്ചി എന്ന് അവളെ നിയമം പിടിപ്പിച്ച് കാണും. അതാ അവള് വരണ്ട് സോറി പറഞ്ഞത്. എന്തൊക്കെയായാലും മന്ത്രിയുടെ മോളല്ലേ, അതിന്റെ ഗുണം കാണാതിരിക്കോ? കാണുന്നതെല്ലാം അങ്ങോട്ട് കാക്കപ്പൊന്നാണെന്ന് കരുതരുത്. കനകവും കാക്കപ്പൊന്നും തമ്മില് തിരിച്ചറിയാൻ പറ്റണം. ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും അതിന്റെ എല്ലാം കുറ്റം ഋതിക മാഡത്തിന്റെ തലയില. ഒരാളെ കുറ്റം പറയുന്നതിനും നാണം കെടുത്തുന്നതിനൊക്കെ ഒരു അതിര് വേണം. ഭാര്യ പറഞ്ഞപ്പോ നിനക്ക് പൊള്ളിയെങ്കിലേ അവളെ വിളിച്ചോണ്ട് അച്ഛൻ വീട്ടിൽ പുറത്തേക്ക് വെക്കോ. ഒരു ഭർത്താവ് വന്നിരിക്കുന്നു. മാഡം, മാഡം വാ. മാഡം, നമുക്കിപ്പോ കഷ്ടകാലമാണെന്ന് കരുതിയാ മതി. അതാ ഇത്തരം മോശമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതൊന്നും സാരമില്ല രാജു. താങ്ക്സ് മാഡം. വളരെ പെട്ടെന്ന് രുക്മിണി ആന്റിയുടെ പ്രോബ്ലം സോൾവ് ചെയ്തതിന്. അതിന് നന്ദിയൊന്നും വേണ്ട രാജു, അതിന്റെ കടമയാ. ഈ വീട്ടിലൊരു പ്രോബ്ലം ഉണ്ടായാ അത് സോൾവ് ചെയ്യാനുള്ള കടമ എനിക്കുണ്ട്. പ്രത്യേകിച്ച് ഇതിനെല്ലാം കാരണക്കാരി ഞാനാ. ഐ ആം ദി പ്രോബ്ലം ഓഫ് എവറിത്തിങ്. അല്ല, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ഇതെങ്ങനെയാ കൈകാര്യം ചെയ്ത്? കൊല്ലാൻ വന്ന രമ്യയുടെ അമ്മ പിന്നെ വിറച്ചോണ്ട് പോകുന്നുണ്ടായിരുന്നല്ലോ. അതൊരു മാജിക്കാ. തൽക്കാലം അങ്ങനെ കരുതിയാ മതി. ഓ, മാജിക് ഒക്കെ അറിയാല്ലേ? അതെന്തായാലും നന്നായി. ഇതുപോലുള്ള മാജിക് ഇനിയും ഇറക്കേണ്ടി വരും. അകലേ നോവിനാലേ